ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS Creation. നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.1ലെ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. ഓക്കെ, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ റിലേഷൻ വിച്ച് ഈസ് സിമെട്രിക് ബട്ട് നൈദർ റിഫ്ലക്സീവ് നോർ ട്രാൻസിറ്റീവ്, ട്രാൻസിറ്റീവ് ബട്ട് നൈദർ റിഫ്ലക്സീവ് നോർ സിമെട്രിക്, റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്, reflexive and transitive but not symmetric, symmetric and transitive but not reflexive. 5 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ 5 ക്വസ്റ്റ്യൻസിനും ഓരോ എക്സാമ്പിൾസ് നമ്മൾ ഫോം ചെയ്യണം. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കിക്കോളാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, സിമെട്രിക് ആവണം ബട്ട് നൈദർ റിഫ്ലക്സീവ് നോർ ട്രാൻസിറ്റീവ്. റിഫ്ലക്സീവ് ആവാൻ പാടില്ല, ട്രാൻസിറ്റീവ് ആവാൻ പാടില്ല. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 2 2 അങ്ങനത്തത് വരാൻ പാടില്ല. ട്രാൻസിറ്റീവ് നമുക്കറിയാലോ, AB ഉണ്ട് BC ഉണ്ട്, അപ്പോൾ AC ഉണ്ടാവാൻ പാടില്ല. സിമെട്രിക് ആണല്ലോ, AB ഉണ്ടെങ്കിൽ BC വേണം. ഞാനിവിടെ ഒരു സെറ്റ് എടുത്തു, 1 2 3 എന്ന് പറയുന്നൊരു സെറ്റ്. അതിലൊരു റിലേഷനും ഞാൻ ഡിഫൈൻ ചെയ്തു. ചെറിയൊരു റിലേഷൻ ഞാനിവിടെ ഡിഫൈൻ ചെയ്തതാ, 1 2 2 1. ഈ റിലേഷൻ നമുക്ക് എങ്ങനെ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 3 3 1 എടുക്കാം, അല്ലെങ്കിൽ 2 3 3 2 എന്ന് എടുക്കാം. ഞാൻ എടുത്തത് 1 2 2 1 ആണ്. ഇത് റിഫ്ലക്സീവ് ആണോ? 1 1 എന്ന് പറയുന്നതിലുണ്ടോ? ഇല്ല, അപ്പോൾ ഇത് റിഫ്ലക്സീവ് അല്ല, നോട്ട് റിഫ്ലക്സീവ് ആണ്. 1 2 ഉണ്ട്, 2 1 ഉണ്ട്. 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ട്. AB ഉണ്ടെങ്കിൽ BA ഉണ്ട്, അപ്പോൾ അത് സിമെട്രിക് ആണ്. ദെൻ 1 2 ഉണ്ട്, 2 1 ഉണ്ട്, പക്ഷെ 1 1 ഇല്ല. AB ഉണ്ട്, BC ഉണ്ട്, പക്ഷേ AC ഇല്ല, അപ്പോൾ ട്രാൻസിറ്റീവും അല്ല. ഓക്കെ, അപ്പോൾ ആരെന്താണ്? സിമെട്രിക് ആണ്, പക്ഷെ റിഫ്ലക്സീവും അല്ല, ട്രാൻസിറ്റീവും അല്ല. അപ്പോൾ ഒന്നാമത്തേൻ്റെ എക്സാമ്പിൾ ആയില്ലേ. രണ്ടാമത്, ട്രാൻസിറ്റീവ് ആവണം ബട്ട് നൈദർ റിഫ്ലക്സീവ് നോർ സിമെട്രിക്. റിഫ്ലക്സീവ് ആവാൻ പാടില്ല, സിമെട്രിക്കും ആവാൻ പാടില്ല. നോക്കുക, ഞാനിവിടെ റിലേഷൻ കൊടുത്തു കേട്ടോ. 1 2 ഉണ്ട്, 2 3 ഉണ്ട്, എങ്കിൽ 1 3 വേണം, അപ്പോഴാണ് ഇത് ട്രാൻസിറ്റീവ് ആവുക. ഇതിൽ 1 1 ഉണ്ടോ? ഇല്ല, അപ്പോൾ ഇത് റിഫ്ലക്സീവ് അല്ല. ഓക്കെ, ഇനി 1 2 ഉണ്ടെങ്കിൽ 2 1 വേണം, ഉണ്ടോ? ഇല്ല. 2 3 ഉണ്ടെങ്കിൽ 3 2 വേണം, ഉണ്ടോ? ഇല്ല. 1 3 ഉണ്ടെങ്കിൽ 3 1 വേണം, ഉണ്ടോ? ഇല്ല. 1 2 ഉണ്ട്, 2 1 ഇല്ല. അപ്പോൾ AB ഉണ്ട്. മറ്റേത് എക്സാമ്പിൾ നോക്കണം കേട്ടോ, ഞാൻ ഇവിടെ 1 2 മാത്രമേ എഴുതിയിട്ടുള്ളൂ. 2 3 ഉണ്ട്, പക്ഷെ 3 2 ഇല്ല. 1 3 ഉണ്ട്, പക്ഷെ 3 1 ഇല്ല. അപ്പോൾ AB ഉണ്ട്, BA ഇല്ല, അപ്പോൾ ഇതെന്തല്ല? സിമെട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കണം. അതിന് 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പോൾ 1 2 2 3 ഉണ്ടെങ്കിലോ 1 3 വേണം, അതും ഇല്ലേ? 1 3 ഉണ്ട്, അപ്പോൾ ട്രാൻസിറ്റീവായി. AB ഉണ്ട്, BC ഉണ്ട്, AC ഉണ്ട്, അപ്പോൾ ഇതെന്തായി? ട്രാൻസിറ്റീവായി. അപ്പോൾ ട്രാൻസിറ്റീവ് ആണ് ബട്ട് നൈദർ റിഫ്ലക്സീവ് നോർ സിമെട്രിക്. ഓക്കെ, അടുത്ത് റിഫ്ലക്സീവും സിമെട്രിക്കും ആവണം, പക്ഷെ ട്രാൻസിറ്റീവ് ആവാൻ പാടില്ല. ഞാനിവിടെ റിലേഷൻ എടുത്തു. റിഫ്ലക്സീവ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ വേണം? 1 1 വേണം, 2 2 വേണം, 3 3 വേണം, എങ്കിലേ അത് റിഫ്ലക്സീവ് ആവുള്ളൂ. ഓക്കെ, ഇനി സിമെട്രിക് ആവണം എന്ന് പറഞ്ഞു. സിമെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ ആര് വേണം? 1 2 ഉണ്ടെങ്കിൽ 2 1 വേണം. ഓക്കെ, ഇനി എന്തിനാണ് ഞാൻ 2 3 എടുത്തതെന്ന് അറിയോ? ഈ 2 3 ഞാനിവിടെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ട്രാൻസിറ്റീവ് ആവും. കാരണം എന്താ അറിയോ? 1 2 ഉണ്ട്, 2 1 ഉണ്ട്, അപ്പോൾ AC ആരാ? 1 1 1 1 ഇവിടെ ഉണ്ട്, കണ്ടോ? അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആവും, പക്ഷെ ട്രാൻസിറ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ അതിന് ഞാൻ വേറൊരു പെയർ എടുത്താണ്. ഇപ്പോൾ 2 3 ഉണ്ട്, 3 2 ഉണ്ട്, പക്ഷേ 2 2 ഉണ്ട്, അപ്പോഴും ട്രാൻസിറ്റീവ് ആണ്. പക്ഷെ ഞാനിവിടെ വേറൊരു പെയറുകളെയാണ് എടുക്കുന്നത്. നോക്കിക്കോ, 1 2 ഉണ്ട്, 2 3 ഉണ്ട്, 1 2 ഉണ്ട്, 2 3 ഉണ്ട്, അപ്പോൾ ആര് വേണം? 1 3 വേണം, ഉണ്ടോ? 1 3 ഉണ്ടോ? 1 3 ഉണ്ടോ? 1 3 1 3 1 3 ഇല്ല, കാണാം, അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, 1 2 ഉണ്ട്, പിന്നെ 2ൽ അവസാനിക്ക്, 2ൽ തുടങ്ങുന്നതാണ് ഒരു 2 3, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആര് വേണം? 1 3 വേണം. ഓക്കെ, അപ്പോൾ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, അപ്പോൾ ഇതെന്താണ്? റിഫ്ലക്സീവ് ആണ്. A belongs to R,
റിഫ്ലക്സീവ് ആണ്. സിമെട്രി 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 2 3 ഉണ്ട്, 3 2 ഉണ്ട്. സോ ആർ ഈസ് സിമെട്രിക്. ഇനി ട്രാൻസിറ്റീവ് നോക്കാൻ 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 1 1 ഉണ്ട്. ഇത് ഈ ഒരു പെയർ നോക്കുമ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണ് അല്ലേ? പക്ഷേ ബട്ട് 1 2 ഉണ്ട്, 2 3 ഉണ്ട്, പക്ഷെ 1 3 ഈ റിലേഷനിൽ ഇല്ല. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആയോ? ഇല്ല, നോട്ട് ട്രാൻസിറ്റീവ്. എ ബി ഉണ്ട്, ബി സി ഉണ്ട്, പക്ഷെ എ സി ഇല്ല. നോട്ട് ട്രാൻസിറ്റീവ് എന്ന് കിട്ടും. അപ്പോൾ അതിലെ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, പക്ഷെ ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, അടുത്ത് റിഫ്ലക്സീവും ട്രാൻസിറ്റീവ് ആവണം, പക്ഷെ സിമെട്രിക് ആവാൻ പാടില്ല. ഞാനൊരു റിലേഷൻ ഇവിടെ കൊടുത്തു, നോക്കിയാ 1 1 2 2 3 3. 1 2 ഉണ്ടെങ്കിൽ 2 1 വേണം, ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ 1 2 എടുത്തു, അതിന് വേറൊരു പെയർ 2 3 കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 3. ട്രാൻസ്വേഴ്സ് ആവാൻ, ട്രാൻസിറ്റീവ് ആവാനുള്ള കൊടുത്തു. സിമെട്രിക് കാരണം 1 2 ഉണ്ടെങ്കിൽ 2 1 വേണം, അത് ഒഴിവാക്കിയാൽ മതി. ഓക്കെ, ട്രാൻസിറ്റീവിന് ഒരു പെയർ അവിടെ കൊടുത്താൽ മതി. അപ്പോൾ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. അപ്പോൾ എ ബിലോങ്സ് ടു ആർ, റിഫ്ലക്സീവ് ആണ്. ദെൻ 1 2 ഉണ്ട്, പക്ഷെ ആരില്ല? 2 1 ഇല്ല. അപ്പോൾ ഇത് സിമെട്രിക് ആണോ? അല്ല, നോട്ട് സിമെട്രിക്. എ ബി ഉണ്ട്, ബി എ ഇല്ല. സോ ദിസ് ഇസ് നോട്ട് സിമെട്രിക്, നോട്ട് സിമെട്രിക്. ഇനി ട്രാൻസിറ്റീവ് 1 1 ഉണ്ട്, നോക്കിക്കോട്ടോ. ട്രാൻസിറ്റീവിന് 1 1 ഉണ്ട്, 1 2 ഉണ്ട്. അപ്പോൾ ആര് വേണം? 1 2 വേണം, ഉണ്ട്. ഇത് നോക്കുമ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണ് അല്ലേ? ഇനി വേറെ പേരുണ്ടോ നോക്കിയാ, ദാ 1 1 ഉണ്ട്, 1 3 ഉണ്ട്. അപ്പോൾ ആര് വേണം? 1 3 വേണം. അതന്നെയല്ലേ 1 3 അല്ലേ? 1 1 ഉണ്ട്, 1 3 ഉണ്ട്, 1 3 ഉണ്ട്. ഇനി പാരുള്ളത് 2 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പോൾ 2 3 വേണം, അതും ഉണ്ട് അവിടെ. 2 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പോൾ 2 3 വേണം, 2 3 തന്നെ അല്ലേ അത് അല്ലേ? ഇനി 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പോൾ ആര് വേണം? 1 3 വേണം, അത് ഇവിടെ അല്ലേ? അപ്പോൾ ഏത് പെയർ എടുത്തു കഴിഞ്ഞാലും അത് പോസിബിൾ ആണ്. സോ നമുക്ക് പറയാം ആർ ഈസ് ട്രാൻസിറ്റീവ്. എ ബി ഉണ്ട്, ബി സി ഉണ്ട്, എ സി ഉണ്ട്. സോ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആർ ഈസ് റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. ഓക്കെ, അടുത്ത് സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം, പക്ഷെ റിഫ്ലക്സീവ് ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ 2 3 ഉണ്ട്, 3 2 ഉണ്ട്. അപ്പോൾ 2 2 ഒരു ട്രാൻസിറ്റീവിൻ്റെയും സിമെട്രിക്കിൻ്റെയും കൂടി കമ്പൈൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. ഓക്കെ, 2 3 ഉണ്ട്, 3 2 ഉണ്ട്, 2 2. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ 1 1 2 2 ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 1 1 ഇല്ലാത്തത് കൊണ്ട് ഇത് റിഫ്ലക്സീവ് ആവില്ല കേട്ടോ, നോട്ട് റിഫ്ലക്സീവ്. ഇനി സിമെട്രിക് ആണോ നോക്കണമെന്നുണ്ടെങ്കിൽ 2 3 ഉണ്ട് എന്നുണ്ടെങ്കിൽ ആര് വേണം? 3 2 വേണം. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണ്, സോറി സിമെട്രിക് ആണ്. എ ബി ഉണ്ട്, ബി എ ഉണ്ട്, അപ്പോൾ സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 3 ഉണ്ട്, 3 2 ഉണ്ട്. അപ്പോൾ ആര് വേണം? 2 2 വേണം. ഇതാണ് എ, ഇത് ബി, ഇത് ബി, ഇത് സി. അപ്പോൾ എ ബി ഉണ്ട്, ബി സി ഉണ്ട്. അപ്പോൾ ആര് വേണം? എ സി വേണം, 2 2 അതും ഉണ്ട്. ഓക്കെ, അപ്പോൾ എ ബി ഉണ്ട്, ബി സി ഉണ്ട്, എ സി ഉണ്ട്. അപ്പോൾ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല? റിഫ്ലക്സീവ് അല്ല. ഇങ്ങനെയാണ് ഈ 5 ചോദ്യങ്ങൾക്ക് നമ്മൾ എക്സാമ്പിൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സാമ്പിൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, എന്നിട്ട് ഈ റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മളോട് എക്സാമ്പിൾസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓരോ എക്സാമ്പിൾസ് ആ പെയറുകൾ അനുസരിച്ച് നമ്മൾ എഴുതിയതാണ്. അങ്ങനെ നമ്മൾ ഓരോ എക്സാമ്പിൾസ് ഉണ്ടാക്കി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിലുള്ള 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ. അത്രയേ ഉള്ളൂ. ഓക്കെ.